എന്തായാലും ഇതിന്റെ കാര്യങ്ങൾ ഇവിടെ ഒരു കൗൺസിലറായി ജയിച്ച ഒരാള് എനിക്ക് ഈ സൗകര്യം പോരാ എന്ന് പറഞ്ഞ് MLA മാറാൻ പറഞ്ഞാൽ അത് മര്യാദകേടല്ലേ, ശുദ്ധ മര്യാദകേടല്ലേ അവർ കാണിക്കുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു തിട്ടൂരം അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി നിയമപരമായിട്ടുള്ള എല്ലാ പോരാട്ടവും ഞങ്ങൾ നടത്തും. ഈ ഓഫീസ് ഞങ്ങൾക്ക് മാർച്ച് മാസം 31-ാം തീയതി വരെ നിയമപരമായിട്ടുള്ള കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞും പുതുക്കുന്നതിന് ഞങ്ങൾ കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോർപ്പറേഷൻ ഒഴിപ്പിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. എന്നിട്ട് അപ്പൊ അതുകൊണ്ട് വിവാദങ്ങൾക്ക് അടിസ്ഥാനമില്ല. മരുതൻകുഴിയിലെ ഒരു സൗകര്യമായിട്ടുള്ള ഒരു ഓഫീസ് കണ്ടെത്തി അങ്ങോട്ട് മാറിയിട്ടുണ്ട്. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. MLA-ക്കാട്ടി മുകളിലാണോ ഒരു വാർഡ് കൗൺസിലർ? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. ഒരു ചെറിയ വാർഡിന്റെ പ്രതിനിധിയായിരിക്കുന്ന അവര് ഇന്നലെ വന്ന അവര് മുൻ മേയറായിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ MLA ആയിരിക്കുന്ന ഒരാളെ ഈ നിലയിൽ അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് ശരിയാണോ? ഈ മേയറാവാത്തതിന്റെ നിരാശ ഈ നിലയിലൊക്കെ കാണിക്കേണ്ട കാര്യമുണ്ടോ? താനും ദൂളത്തരവാടാ ഈ പറയുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടാനാണ് MLA-യുടെ ഓഫീസ് ഉള്ളത്. കൂടുതൽ ആളുകൾക്ക് വരേണ്ടതായിട്ട് വരും, പല കാര്യങ്ങൾക്ക് വരേണ്ടതായിട്ട് വരും. അപ്പോൾ അവരെ സംബന്ധിച്ച് ഓഫീസ് പ്രവർത്തനം വളരെ തൃപ്തികരമായിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോയത്. അതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള സമയവും മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തി അങ്ങോട്ടേക്ക് മാറാൻ ആലോചിച്ചത്. എങ്ങനെ ഇരിക്കണം?